ഇന്നിപ്പോ നമ്മള് അവാർഡിന് പോകാനായിട്ട് കുളിച്ചൊക്കെ ഇരിക്കുകയാണ്. അവാർഡ് കൊച്ചിയിൽ അത് മേടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇരിക്കുന്നു. അപ്പൊ അത് കൈ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത്രയൊക്കെ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി ആൾക്കാരെന്നെ വിളിച്ച് ചോദിച്ചു, മെസ്സേജ് ഇട്ട് ചോദിച്ചു. ഒത്തിരി ആൾക്കാരെന്നെ എന്റെ മോളെ സൂക്ഷിച്ച് നടക്കാണ്ടാടാ അതൊക്കെ ഒത്തിരി ഇതൊക്കെ ആക്കിയായിരുന്നു. പിന്നെ എനിക്ക് സർപ്രൈസ് ഇവിടെ ഉണ്ട്. എൻ്റെ കൈ മേലാഴിക വന്നതിന് പ്രമാണിച്ച് ചോറും കറിയും വെക്കാനും വീട് ക്ലീൻ ചെയ്യാനും ഞങ്ങളൊരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട് എന്നെ പരിചരിക്കാനായിട്ട്. അപ്പോൾ ആ ആളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേ ദിവസമായിട്ട് എന്തെങ്കിലും എനിക്ക് അസുഖം വരാൻ നോക്കിയിരിക്കുമായിരുന്നു പുള്ളി. അപ്പോൾ ഇങ്ങോട്ടൊരു എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കൈ കുത്തി വീണു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വണ്ടി കയറി പോന്നു കേട്ടോ എന്നെ നോക്കാനായിട്ട്. ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വേറെ ആരുമില്ല, ഞാൻ എങ്ങനെ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിരിക്കുവായിരുന്നു. അതേപോലെ അല്ലേ ഞാനിങ്ങോട്ട് പോരാൻ നേരത്ത് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും സൂരജ് ഭയങ്കര വെള്ളമായിരുന്നു. അല്ലെങ്കിൽ ഞാനും വരുവാന്ന് പറഞ്ഞു. അന്നേരം അമ്മ എവിടെ കിടന്ന് തമർത്ത് വാരിയാണ്. ഒരു രക്ഷയില്ല, അമ്മേനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അമ്മ നീ പോകണ്ട, നിനക്കൊന്ന് വൈകിട്ട് ജോലിക്ക് കയറേണ്ടതാ, അളിയന് 2 ദിവസം പണിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് 2 ദിവസം പണിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അതും പറഞ്ഞു ഓടിപ്പോരുമായിരുന്നു. എന്റെ പൊന്ന് ടീമ എന്നാ പറയാനാ. ഞാൻ ഇന്ന് വീട്ടോടെ 11 മണിയാകുമ്പോ ഇങ്ങോട്ട് വന്നേരം ഇവിടെ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ മുറ്റത്ത് വന്ന് കയറി കഥ തുറന്നങ്ങോട്ട് കഥയല്ല ഗേറ്റ്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറിയപ്പോ പറയും ഹോളിമ്പൽ അടിച്ചാൽ മതി, അകത്ത് ആളുണ്ടെന്ന് പറഞ്ഞു. ഹോളിമ്പൽ അടിച്ചപ്പോ അപ്പുറ സൈഡിൽ ഒരു കാളിക്കുഞ്ഞിനെ വളർത്തുന്നത്. ആ കാളി കിടന്ന് കരയുന്നുണ്ടോ, അതല്ലാതെ ഒരു മനുഷ്യൻ ഈ പെരക്കത്തില്ലായിരുന്നു. നോക്കി ഞാനത് കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് 2-3 പേര് ബൈക്കാണ് വരുന്നത്. ഞാൻ പിന്നെ ഇറങ്ങി ചെന്ന് നോക്കി. എല്ലാവരും എന്നെ പരിചരിക്കാൻ വേണ്ടി ഉള്ളവരല്ലേ, ഞാനും ഇറങ്ങി ചെന്നപ്പോ എല്ലാം കയറി വരുന്നുണ്ട്. ഞാന് ചേട്ടന്റെ ഭാര്യയുടെ കൊച്ചച്ഛൻ മരിച്ചു. അപ്പൊ മരിപ്പിന് പോയതായിരുന്നു. അപ്പൊ ഈ കൈ വെച്ചിട്ട് പോയി. ഞങ്ങൾ തിരിച്ചു വരുമ്പോ 2 ദിവസമായിട്ട് ഇപ്പൊ കൈ മേലാതായിട്ട് മിറ്റമൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ മൊത്തം കാട് കയറി കിടക്കുകയായിരുന്നു. അപ്പൊ അവൾമാര് പഠിക്കാൻ 10ാം ക്ലാസ് പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് അവരോട് പറയാനും പറ്റത്തില്ല മിറ്റം അടിച്ചിട്ട്. അപ്പൊ ഞാൻ വരുമ്പോ മൊത്തം ക്ലീൻ ആക്കി, പേരെല്ലാം ക്ലീൻ ആക്കി, മിറ്റമൊക്കെ അടിച്ച് പേരൊക്കെ ക്ലീൻ ആക്കി, പാത്രമൊക്കെ പേരെ തുടച്ച് എല്ലാം സെറ്റ് ചെയ്ത് സുണ്ടപ്പനുമായിട്ടുള്ള അംഗത്തിന് തട്ടിലോട്ട് കയറാനിരിക്കുകയാണ് ആള്. അപ്പൊ മീൻ മേടിക്കാൻ പറയുന്നുണ്ട്, മീൻ മേടിക്ക്, മോര് മേടിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവര് വൈകിട്ട് പോകുമ്പോ ഞങ്ങള് പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കണ്ടേ. ആ ശരിയാ. ഞാനിഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിപ്പോ ഒരു 3-4 ദിവസത്തേക്ക് ഇനി ഫോൺ സൈലന്റ് ആക്കി വെച്ചേക്കും. സൈലന്റ് ഫ്ലൈറ്റ് മൂഡ് ഇട്ട് വെക്കുകയാണ്. അണിക്ക് വിളിക്കാനൊക്കെ വീട്ടിൽ പോലും വിളിക്കരുത്. ഇപ്പൊ എന്റെ കൈവേദനയാന്ന് പറഞ്ഞ ആളുകളൊന്ന് എൻജോയ് ചെയ്യും. ഇത് തന്നെയാണ് ഞാൻ കഴിയുന്നത്. അടുത്ത ശനിയാഴ്ച എന്റെ ഫ്ലോർ സ്റ്റാൻഡപ്പ് വരുന്നു, അത് നിങ്ങൾ കേട്ടോണം. പണ്ട് കമ്പത്ത് എനിക്ക് നടുവേദനയായിട്ട് എനിക്കുള്ള പണി അടുത്ത് വരുന്നത്. കമ്പത്ത് പോകാനായിട്ട് നമ്മളാകെ തകർന്നിരിക്കണം. നമ്മുടെ ജീവിതം എല്ലാം അവസാനിച്ചെന്നുള്ള രീതിയിലാണ് നമ്മൾ തളർന്നു പോയി കിടക്കുകയല്ലേ. അപ്പൊ ആകെ നമ്മൾ ആ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയമല്ലേ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ കമ്പത്ത് പോകാൻ റെഡി. അപ്പൊ ഞാൻ ചേട്ടായോട് പിന്നെ കമ്പത്ത് പോകുന്ന കേസിട്ട് പറഞ്ഞു മറ്റേ കണ്ണാടി ഗ്ലാസ് വെച്ചിട്ടിറങ്ങിയത് ഞാനൊന്നുമല്ല. പിന്നെ ഞാൻ എന്നിട്ട് ഇവിടെ മറ്റേ സ്ട്രെച്ചറെ കയറ്റാൻ വേണ്ടി ആംബുലൻസ് സ്ട്രെച്ചർ എടുക്കാൻ പോകുന്നു, അതിന് പോകുന്നു. സ്ട്രെച്ചർ എടുത്തിട്ട് വന്നിട്ട് അളിയനും ഞാനും കൂടെ സ്ട്രെച്ചറെ കേട്ടുന്നു. ഞാൻ മറ്റേ സൂര്യ ഒന്ന് വാടാന്ന് പറയുമ്പോ ഞാൻ നോക്കുമ്പോ സൂര്യ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് വെള്ള ഷൂ. ഇന്ന് രാവിലെ ഞാൻ പോരുന്ന കാര്യം പറയുമ്പോ വെള്ള ഷൂ ഒക്കെ അവിടെ മറ്റേ മുറ്റത്തിരുന്ന് തേച്ചൊരച്ച് കഴുകുന്നത് കണ്ടപ്പോഴത്തേക്ക് അമ്മ ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ അളിയന് ചേച്ചി എടുത്ത് പോ, ചേച്ചിക്ക് മേലെന്ന്. അമ്മ പറയും നിനക്കൊന്ന് വൈകിട്ട് പണിക്ക് പോട്ടോ, പെരക്കത് കേൾക്കണം. സെൽഫി ഒക്കെ എടുത്തത് അതിവനുണ്ട് കേട്ടോ. അല്ല, ആ ഒരു കാര്യത്തിന് മാത്രമേ എന്നെ പരാതി പറയരുത്. കാരണം നമ്മൾ ഈ പോകാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത്യാവശ്യം മറ്റേ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ തോന്നൂല. അപ്പൊ ആ കൊതി കൊണ്ട് എന്നിട്ട് ഇവിടെ ആംബുലൻസ് ഏത്തക്കാപ്പം ഞങ്ങൾ മേടിച്ചു കൊടുത്തു. അതിന് ഏത്തക്കാപ്പം മേടിച്ചു കൊടുത്തിട്ടായി പോയ ഏത്തക്കാപ്പം മേടിച്ചു കൊടുത്ത്, ചായ മേടിച്ചു കൊടുത്ത്. പിന്നെ ആ മറ്റേ ആ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൊണ്ട് കാണാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനെ പറയും തലയരിച്ച് ഇങ്ങനെ നോക്കാനുള്ള സെറ്റപ്പ് ഞങ്ങൾ കൊണ്ടുവച്ച് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കാണുകയും ചെയ്തു. അപ്പൊ ഞങ്ങളും ഇങ്ങനെ കിടന്ന് ഞങ്ങളും നോക്കിയാ ഇനി ഞങ്ങൾക്ക് തന്നെ പറയാൻ. ഒരു പെങ്ങളെ കൈ അസ്ഥി പൊട്ടലും ലിഗമെന്റ് തെറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഗമെന്റ് തെറ്റിയ ഒരു സഹോദരിയെ കാണാൻ വന്നിട്ട് ആങ്ങയുടെ കുണ്ടിത ഇവന്റെ മുഖത്തുണ്ടോ? അങ്ങനെ പറയുന്നത് ഞാൻ കരയും. എന്നാ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് കരച്ചിൽ വരും. കാരണം മറ്റേ എനിക്ക്
എന്നാളും ഇനി ഒരാഴ്ചത്തേക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ ഇവളെ കൊണ്ട് ഞാൻ എന്നാളും ഇവിടെ ഇരിക്കണം. പിന്നെ എനിക്ക് കഷ്ടപ്പാടായിരിക്കും ഇനി ഒരു 10-12 ദിവസത്തേക്ക് എനിക്ക് കഷ്ടപ്പാടായിരിക്കും. എന്നാലും ഞാൻ സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കും. ഇല്ല, നാളെ പോകത്തില്ല. അല്ല, നിനക്ക് മേലാണ്ടിരിക്കുന്നു, നീ അങ്ങനെ പറയരുത്. വയ്യാണ്ടിരിക്കുന്ന പോലെ ഇരിക്കണം. അല്ല, അളയിലും മേലാണ്ടിരിക്കും. അളയിന്റെ ഭാഗത്ത് ഇങ്ങനെ കുരുവൊക്കെ വരുന്നുണ്ട്. അത് എന്നാ കുരുവാണോ കൂനിമക്കുരുവാണെന്ന് അറിയത്തില്ല. അതിന് കുരുവാ. ഇപ്പൊ മറ്റേ പിള്ളേരായിട്ട് നഖം വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞ കേട്ട്. കാരണം അച്ഛൻ മറ്റേ രാത്രി വിളിച്ചിട്ട് ചോറി മാന്ത് പറഞ്ഞിട്ട് അവളുമാര് നഖം വെട്ടിക്കളഞ്ഞു. അതെ, അവരെ കാര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ പന്നിയിറച്ചി തിന്നതാണ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് പറ്റുന്ന സാധനമൊക്കെ മേടിച്ച് തിന്നണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, അത് 10ാം ക്ലാസ് പരീക്ഷയാണേ ഗൈസ്. പറയടി, ഞങ്ങളുടെ മറ്റേ സുണ്ടപ്പനായിട്ട് ഞങ്ങൾ ഡാൻസ് ഇടുന്നുണ്ട്. നാളെ ഗൈസ്. ഇവൻ ഇവിടെ വന്ന് ആ താഴെ ഇരിക്കുക, പണിയൊക്കെ ചെയ്ത് വിഷമിച്ചിരിക്കുക. അപ്പൊ 10ാം ക്ലാസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും കെട്ടിക്കാറായ പെമ്പിളാർ ഓടി രണ്ടും കൂടെ അവന്റെ പെടലിയിലും പുറത്ത് വരാൻ ചാടി കേറി കമത്തിയിട്ട് അവന്റെ പുറത്ത് കയറി കൊല്ലാൻ നോക്കി. ഇത് സത്യം പറയാൻ മറ്റേ സത്യം പറഞ്ഞ റോള് മറ്റേ നിരത്തുന്ന മറ്റേ റോളറില്ലേ, അത് കേറിയ പോലെ. അതെ, അതിന്റെ ഇടയ്ക്ക് സുണ്ടപ്പനും. ഇനി എന്റെ സുണ്ടപ്പന്റെ വീഡിയോ ഉണ്ട്, ഞങ്ങള് അടുത്ത ദിവസം ഇടുന്നുണ്ട്. ഞങ്ങള് മറ്റേ സാധനം മറ്റേ പാട്ട് വരുന്നത് ഓ തിലകവി, ആ പാട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഞാനും സുണ്ടപ്പനുമാണ് കളിക്കുന്നത്. അതിന്റെ ഞങ്ങള് വീഡിയോ ഇട്ട് തരാം. ഏതാ? പിന്നെ മറ്റേ അളിയന് മറ്റേ പാണ്ട് പെയിന്റിംഗ് ആയിരുന്നേ. അപ്പൊ അളിയന്റെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഇടുന്നുണ്ട്. മുക്കി അടിക്കുന്നൊക്കെ സാധനമൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. അതിപ്പോ ഞാനും മറ്റേ എല്ലാവരും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. എന്നാലും ഞാൻ മറ്റേ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് 2 പേരൊക്കെ ഉണ്ട്. അവരെ നമുക്ക് അടുത്ത ഇതിൽ കൊണ്ടുവരാം. ഇന്ന് കൊണ്ടുവരാത്. ഇന്ന് നിങ്ങൾക്ക് ഇവന്റെ കപ്പയാന്ന് തോന്നട്ടോ. ഇന്ന് വൈകിട്ട് കപ്പ വയ്ക്കുന്നുണ്ട്. കപ്പ വയ്ക്കണം, മീൻകറി വെക്കണം. ആഘോഷിക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് വല്ലതും കഴിക്കണം. ഞങ്ങളെ ഇവിടെ വയറ്റി പട്ടിണി കിടക്കുക. ഇവര് മറ്റേ ഫംഗ്ഷനായിട്ട് പോവാണ്. കൊച്ചിയിൽ അവാർഡാണ്. അവാർഡിന് പോവാ. അപ്പൊ അതിനാണ് മെയിൻ ആയിട്ട് ആള് വന്നത്. സുണ്ടപ്പനും ഇവളുമായി സുണ്ടപ്പനെ കൊണ്ടുപോകില്ല, ഭയങ്കര തകർപ്പായിരിക്കും സുണ്ടപ്പൻ. അവർ ചെന്ന വീഡിയോ ഒന്നും എടുപ്പിക്കത്തില്ല. അതുകൊണ്ട് സുണ്ടപ്പനെ കുഞ്ഞന്റെ മെല്ലന്റെ ബോഡി ഗാർഡ്സ്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ കറക്റ്റ് ആയില്ലേ? ഞാൻ മറ്റേ എന്നാ പറഞ്ഞ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഹോം നേഴ്സിനെ വരുത്തി. അത് തന്നെ ഇപ്പൊ സമയം മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഒറിജിനലായിട്ട് ഞാൻ ഹോം നേഴ്സ് ആയിട്ട് വന്നു. അല്ലട്ടോ, അങ്ങനെ വിളിച്ചു വരുത്തിയൊന്നുമില്ല. ആള് എന്റെ കൈ മേളം നിറഞ്ഞപ്പോ വന്ന ആള് കൈ മേളം നിറഞ്ഞപ്പോ അന്ന് തന്നെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് വെള്ളമായിരുന്നു. ഞാൻ വരാടിയെന്നും പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊച്ചിന് വയ്യായിരുന്നേ. അവന്റെ കൊച്ചിന് വയ്യ. അവന്റെ കണ്ണിന് ചെറുപ്പനെ ജന്മന ഒരു മറുകുണ്ടായിരുന്നു. ആ മറുക് ഇപ്പൊ വലുതായി വന്ന് കൊച്ചിന് കാഴ്ചക്ക് ഒരു കണ്ണിനകത്തൊരു ചെറിയൊരു മറുക് വന്നു. അതിപ്പോ മൊത്തം ഇങ്ങനെ കണ്ണിന്റെ അകം ഇങ്ങനെ വട്ടമായി. അപ്പൊ അത് കാണിക്കാൻ പോയേക്കാം. അപ്പൊ ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്നേരം മറ്റേ ഇവിടെ വിളിച്ച് പറയും സുണ്ടപ്പനായിട്ട് വെള്ളം ഒഴിച്ച് മറിഞ്ഞു വേണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു സുണ്ടപ്പൻ എന്തിനും പറ്റിയായിരിക്കും. അന്നേരം പറയുന്നത് ഈയോടെ എന്റെ കൈയുടെ വിരല് പൊട്ടിന്നു. അന്നേരം ഞാൻ അടിപൊളി പോവാ, ഒരാഴ്ചത്തേക്ക് സമാധാനമായി. അവളും പറയത്തില്ല ചേട്ടായി കറി കടിക്ക് കഞ്ഞി വെക്കണം, മുളക് മേടിക്കാന്നും പറയല്ലോ. പണിയില്ലെന്ന് അവൾക്കും അറിയാതെ, അതൊന്നും മിണ്ടത്തില്ല. അല്ല, ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ മറ്റേ അവള് ഇന്ന് വരാൻ വേണ്ടി ഇരുന്ന, പക്ഷെ അവർക്ക് മറ്റേ കടയിൽ തിരക്കായുണ്ടല്ലേ പോകുന്നതിന്. എന്നോട് ഇന്നലെ വിളിച്ചപ്പോ തന്നെ ഭയങ്കര വിഷമമാണ്. ചേച്ചി ഈ അവസ്ഥയിൽ എനിക്ക് വരാൻ പറ്റുന്നില്ല. 2 ദിവസം അപ്പൊ സാരമില്ല ചേച്ചി, വിഷമിക്കണ്ട, ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളും പറഞ്ഞ അസിസ്റ്റന്റ് ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് അസിസ്റ്റന്റിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല, പിന്നെ കാര്യമുണ്ട്. വീട്ടിലാണല്ലോ അവള് മറ്റേ ജോലിക്ക് പോയാലും വരുമ്പോഴത്തേക്കും ഞാൻ പപ്പടം പറക്കും, ചമ്മന്തി അരയ്ക്കും, പപ്പടം പറക്കും, ചമ്മന്തി അരയ്ക്കും, ചോറ് വെക്കും, മുളക് പൊട്ടിക്കും, പിന്നെ കടുക് വറക്കും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന. അയ്യോ ശരിയാണ്. സൂര്യക്ക് എന്തായാലും അസുഖം വന്നാൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അവൻ എല്ലാം ചെയ്തു. ഓൾറൗണ്ട് ആണ്. വീട്ടിലെ പണി മൊത്തം എടുത്തത്. പിള്ളേരുടെ കാര്യം വീട്ടിലെ കാര്യം എല്ലാം നോക്കിക്കോളും. അതുകൊണ്ടാ പാനിപ്പാലോടെന്ന് പറഞ്ഞു വന്നു. നോക്കുന്നുണ്ട് ഗൈസ്, എല്ലാം നോക്കുന്നുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പീച്ചിങ്ങയുടെ അരികു പോലും കളയാതാണ് കറി വെക്കുന്നത്. അരികൊന്നും കളയുകയല്ല. എന്നാലും തരുന്നുണ്ട്. ഇപ്പം ഞാനവിടെ വന്നോണ്ട് അളിയനൊരു ചെറിയ രാച്ച്. ഇനിയിപ്പോ നാളെ തൊട്ട് അളിയന് മൊബൈൽ ഇപ്പൊ സാധാരണ ഇപ്പൊ മൊബൈൽ കാണുന്ന അളിയൻ 1/2 മണിക്കൂറായിരുന്നു. ഇനിയിപ്പോ ഞാൻ വന്നോണ്ട് 1 മണിക്കൂർ ആവും. അത്ര ആ കാര്യം കറക്റ്റാണ് കേട്ടോ. അതെ,
സത്യസന്ധമായ കാര്യം പറയുമ്പോൾ അത് അതുപോലെ തന്നെ ഈ കട്ടിലിന് വായും ചെറിയ ഉണ്ടായിരുന്നു, നല്ല കയറി വിളിച്ചത് ചേട്ടാ എഴുതാണ്ട് പോടാ പുല്ലേ എന്റെ മേത്തെന്ന് പറഞ്ഞു. എന്താണേലും നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു. ഇനിയും കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. നമ്മുടെ ചാനലൊന്നും ഒരു അനക്കം ഇല്ലാതിരിക്കുവായിരുന്നു. എന്താണ് അനക്കം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മുതൽ കുറച്ച് ദിവസം ഇവന്റെ വീഡിയോസ് ആയിരിക്കും ഇവിടെ, അഴിഞ്ഞാട്ടമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. കഞ്ഞി വെക്കുന്നത്, കറി വെക്കുന്നത്, അതിന്റെയൊക്കെ വീഡിയോസ് ആയിരിക്കും കൂടുതലും. ഡയമൈ ലൈഫ് ആയിരിക്കും കൂടുതലും ഇനി വരാൻ കിടക്കുന്നത്. അപ്പൊ പിന്നെ നാളെ വരുന്ന വീഡിയോ നമ്മുടെ അവാർഡിന്റെ വീഡിയോ ആയിരിക്കും. അപ്പൊ ഇന്ന് പോകുന്നതിന് ഒരു മല്ലിക സുകുമാരൻ, ശ്രീനിവാസന്റെ ഇളയ മകൻ, അങ്ങനെയുള്ള കുറച്ച് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് കയ്യും കാര്യങ്ങളും വിറക്കെയാണ്. എനിക്ക് സ്റ്റേജിലൊക്കെ കയറി എന്നാ പറയണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാലോ എന്നെ, ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം. ഞാൻ അവിടെ ചെന്ന് എന്ത് പറയുമോ, അത് ഇംഗ്ലീഷിലൊക്കെയാണ് ആ അവാർഡ് തരുന്ന ആൾക്കാരുടെ പേര്. ഞാൻ എന്നാ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ അവിടെ അടിക്കും. അതോ എന്താണേലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക.